മദ്യവും ലഹരിയുമാണ് പല കുടുംബങ്ങളിലെയും സമാധാന അന്തരീക്ഷം തകർക്കുന്നത്. ഒട്ടേറെ വീടുകളിൽ മാതാപിതാക്കളുടെ കണ്ണീരും ചോരയും വീഴുന്നുണ്ട്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ അച്ഛനെ മകൻ കൊലപ്പെടുത്തിയത് മദ്യലഹരിയിലാണ്. ബൈക്കിൻ്റെ വായ്പയടയ്ക്കാൻ 1500 രൂപ നൽകിയില്ലെന്ന് പറഞ്ഞ് വീട്ടിലുണ്ടായ പ്രശ്നമാണ് കൊലപാതകത്തിന് കാരണം. വണ്ടിപ്പെരിയാർ സ്വദേശി മോഹനെ കൊലപ്പെടുത്തിയ കേസിൽ മകൻ വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാക്കുതർക്കത്തിനിടെ പിതാവിനെ മകൻ വീടിനുള്ളിലെ കോൺക്രീറ്റ് സ്ലാബിൽ തലയിടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. മദ്യലഹരിയിലായിരുന്ന പുത്തൻപറമ്പിൽ വിഷ്ണു വീട്ടിലെത്തുകയും ബൈക്കിന്റെ വായ്പയുമായി ബന്ധപ്പെട്ട് 1500 രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് ഇതേ ചൊല്ലി അച്ഛൻ മോഹനുമായി വഴക്കായി. തുടർന്ന് വിഷ്ണുവിന്റെ അമ്മ കുമാരി പണം നൽകി പ്രശ്നം പരിഹരിച്ചു. അല്പനേരം കഴിഞ്ഞ് കുമാരി സ്ഥലത്തെത്തിയപ്പോൾ മോഹനൻ അനക്കമില്ലാതെ കിടക്കുന്നതാണ് കണ്ടത്. വഴക്കിനിടയിൽ അച്ഛൻ വീണെന്നും അനക്കമില്ലെന്നും അമ്മയോട് വിഷ്ണു പറഞ്ഞു. തുടർന്ന് ഇവർ നാട്ടുകാരെ വിവരം അറിയിച്ചു. മോഹനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വിഷ്ണു വിസമ്മതിച്ചതോടെ നാട്ടുകാർ വീട്ടിൽ പരിശോധന നടത്തി. ഇതിനിടയിൽ കട്ടിലിനടിയിൽ രക്തം കണ്ടെത്തുകയും വണ്ടിപ്പെരിയാർ പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു. സ്ഥലത്തെത്തിയ പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് ആദ്യം കേസെടുത്തത്. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി തെളിവുകളും ശേഖരിച്ചു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് വ്യക്തമായത്. ഇതനുസരിച്ച് മൃതദേഹം വീട്ടിലെത്തിക്കുന്നതിന് മുമ്പ് തന്നെ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. വഴക്കിനിടയിൽ വീടിനുള്ളിലെ കോൺക്രീറ്റ് സ്ലാബിൽ അച്ഛന്റെ തല 4 തവണ ഇടിപ്പിച്ചെന്നാണ് വിഷ്ണു പോലീസിനോട് പറഞ്ഞത്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ന്യൂസ് 18 ഇടുക്കി.